ഞങ്ങളങ്ങനെ 1 million യൂട്യൂബ് ഫാമിലി. ഇച്ചേനെ പറ്റി എനിക്ക് 2 വാക്ക് പറയാനുണ്ട്. എന്താന്ന് വെച്ചാൽ ഈ 1 million കഴിഞ്ഞ വർഷം അടിക്കേണ്ടതായിരുന്നു. ഒരു ഓവർ പെർഫോമൻസ് നടത്തുന്നതുകൊണ്ടാണ് ഇത് ഇത്രയും ഡിലേ ആയത്. Congratulations to me. Congratulations to me. നമ്മുടെ യൂട്യൂബ് ചാനലില് 1 million സബ്സ്ക്രൈബേഴ്സ് ആയി. 10 ലക്ഷം നമുക്ക് ഒരു സ്നേഹസാഗരം തിരയിളകി ഇത് പുണ്യമുണർന്ന സുവർണ ദിനം. Hey guys, welcome back to our YouTube channel. അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് ഈ രാത്രിയിൽ ഈ വണ്ടിക്കകത്ത് കയറി ഇരുന്ന് എന്ത് വീഡിയോ ആണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? നീ മരയൊക്കെ ഇട്ട് ഇറങ്ങി വന്നേ. ഇറങ്ങി വാ. ഈ ഒരു സുന്ദര നിമിഷം പങ്കിടാൻ ഞങ്ങളുടെ കൂടെ ഇവന്റെ ഫ്രണ്ട് അരുൺ മാത്രമേ ഉള്ളൂ. എനിക്ക് 500K അടിച്ചപ്പോഴും 600K അടിച്ചപ്പോഴും 800K അടിച്ചപ്പോഴും അരുൺ ഉണ്ടായിരുന്നു. അതിന് 1 million അടിച്ചപ്പോഴും അവൻ കൂടെ ഉണ്ട്. കേക്ക് മേടിച്ചിട്ടുണ്ട്. ഞങ്ങൾ വീട്ടിലോട്ട് പോകാൻ വേണ്ടി ഒരു 10 മിനിറ്റ് ഞങ്ങൾ വീട്ടിലെത്തും. വീട്ടിലെത്തിയിട്ട് ബാക്കി കേക്കും കട്ടിങ്ങും എല്ലാം ആയിരിക്കും. പക്ഷെ സ്ക്രീൻഷോട്ട് എടുക്കാനും പറ്റുന്നില്ല, ടെൻഷൻ അടിച്ചിട്ട്. എവിടെയായിരുന്നു? കാണിച്ചു തരാം കേട്ടോ. എന്റെ ഫോൺ കുളവാക്കണ്ട. നന്നായിട്ടുണ്ട്. മതി. ഇന്ന് നമ്മള് കുക്കുവിന് സർപ്രൈസ് കുഴപ്പമില്ല, അത് തന്നെ ആൾക്കാരെന്ത് വിചാരിക്കും? എല്ലാവർക്കും എല്ലാം അറിയാം. ഇത് ആദ്യമായിട്ടല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് കുക്കുവിനെ വിളിക്കാം. അവിടെ ഞാൻ അരുണിനെ നിർത്തിയിട്ടുണ്ട് കുക്കു വരുന്നതിന്റെ വീഡിയോ എടുക്കാൻ. ഇത് കുക്കുവിനെ കാണുമ്പോ ഞങ്ങളുടെ റിയാക്ഷൻ. ഓക്കെ, അവിടുത്തെ വീഡിയോ സെറ്റാണോ? കുക്കുവിനെ പെണ്ണ് കാണാൻ ആൾക്കാർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത് കേട്ടോ. വന്നുടനെ കുളിച്ച് റെഡി ആയിട്ട് ആൾ ഇരിപ്പുണ്ട്. ക്യാമറ എടാ ഓക്കെ ആണോ? തിരിച്ചു അവൻ കുക്കു വരുന്നില്ലേ? സാറ വിളിക്കല്ലേ, ഇതൊക്കെ ഒന്ന് നശിപ്പിക്കാം. കുക്കു വരുന്നില്ലേ? സാറ വിളിക്കല്ലേ, ഇതൊക്കെ ഒന്ന് നശിപ്പിക്കാം. കുക്കു ഈ ഉടുപ്പാണോ പെണ്ണാണ് വിടുന്നേ? എന്റെ വയറിന് തെറ്റിദ്ധരിച്ചു. ഓക്കെ, നോക്ക്. കല്യാണമാണ്, കല്യാണ പെണ്ണാണ്. അല്ല, കല്യാണം അറിയിക്കണ്ടേ കേക്കില്? മാറ്റിക്കേ. ഓക്കെ, ഇളക്കുന്നതിന്റെ ഒരു സ്പീഡ് പതിയെ ഓട്ടം കണ്ടിട്ട് വായിക്കരുത് കേട്ടോ, പ്രശ്നമൊക്കെ. ഞാൻ ആദ്യം ഈ സൈഡ് വരും. ഏതിനകത്തുന്നൊക്കെ ഇതിലും വലിയ അപമാനം ഞാനിത് ഒരു കാര്യം പറയണ്ടേ. ഇതിങ്ങനെ എല്ലാവരും വീഡിയോ എടുക്കണ്ടേ? ജൂമിലെ TV കാണിച്ചിരുന്നു. അതൊക്കെ ഇന്നലെ അടിച്ചു. അമ്മ നമുക്ക് ഒരു തെണ്ടിലെടുത്ത് രാത്രി വിളിച്ചതാ പറഞ്ഞെന്ന് പറയാലോ. ഇന്നലെ എന്തിനാ വിളിച്ചേ? അതിനായിരുന്നു വിളിച്ചേ. അയ്യോ, അങ്ങനെ എന്റെ കഷ്ടപ്പാട് കാരണം എന്റെ കഷ്ടപ്പാട് മാത്രമാണ്. അപ്പോ
എന്റെ മുടി അതൊക്കെ പറഞ്ഞോ? എല്ലാം പറയാൻ പോകുന്നുള്ളൂ. അപ്പൊ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടുള്ള ഞങ്ങളുടെ എല്ലാവരുടെയും എന്റെയും ഈച്ചാന്റെയും അമ്മയുടെയും പപ്പയുടെയും, പപ്പ ഇവിടെ ഇല്ലാട്ടോ, പപ്പ കമ്പനി പോയേക്കാം, പപ്പ വരുന്നുള്ളൂ, ഉച്ചയ്ക്ക് വരത്തുള്ളൂ. ഞങ്ങളുടെ എല്ലാവരുടെയും അധ്വാനത്തിന്റെ ഫലമായി ഞങ്ങൾ അങ്ങനെ 1 million യൂട്യൂബ് ഫാമിലി. ഈച്ചേനെ പറ്റി എനിക്ക് 2 വാക്ക് പറയാനുണ്ട്. എന്താന്ന് വെച്ചാൽ ഈ 1 million കഴിഞ്ഞ വർഷം അടിക്കേണ്ടതായിരുന്നു. ഓർമ്മയുണ്ടോ? ഈച്ചാനൊരു ഓവർ പെർഫോമൻസ് നടത്തുന്നതുകൊണ്ടാണ് ഇത് ഇത്രയും ഡിലേ ആയത്. കഴിഞ്ഞ വർഷം ആരും ഒന്നും പറയണ്ട. ഞാൻ കട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ എല്ലാരും കുത്തി അമ്മയും പിടിച്ചോ. കാണിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഓ, നശിപ്പിച്ചു അതിന്. ഇത്രയെല്ലാം കിട്ടിയല്ലോ മുറിച്ചിട്ട്. കുഴപ്പമില്ല. ഇപ്പൊ ഒറ്റ എത്ര വീഡിയോ കയറാത്തുന്നു. ഇവിടെ ഒരു വീഡിയോക്ക് വിളിച്ചാലും വരത്തില്ല. അതുകൊണ്ട് കുക്കൂര് കിട്ടിയില്ലയോ? അതുകൊണ്ട് ആവശ്യമില്ലാത്ത വേറൊരാളെ വീഡിയോയിൽ കാണിക്കാറുണ്ട്. ആരും ഓടി വാ. ഇവനാണ് എന്റെ ജൂനിയർ മാൻഡ്രേക്ക്. ഇത് അരുൺ, ഇച്ചാന്റെ ഫ്രണ്ടാണ്. എനിക്ക് 500K അടിച്ച ദിവസം അരുൺ കൂടെ ഉണ്ടായിരുന്നു, 600 അടിച്ച ദിവസം ഉണ്ടായിരുന്നു, 800 അടിച്ച ദിവസം ഉണ്ടായിരുന്നു. ഇതെല്ലാം ബൈ ചാൻസിൽ വന്നതാണ് കേട്ടോ. 900K അടിച്ചു കട്ടാവും എല്ലാരും. സജിന് പിടിക്കുന്നില്ല. ശരിയാവില്ല. 900K അടിച്ചതില്ലെന്ന് അവിചാരിതമായി അവൻ വിളിച്ചിരുന്നു. അപ്പൊ ഈ 1 million അടിക്കാറായ സമയത്ത് ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചു, നീ കൂടെ വരണം എന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഉച്ച മുതൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്നലെ രാത്രി ഷൂട്ട് നിന്ന സമയത്താണ് ഈ 1 million അടിച്ചത്. ആ സമയത്ത് അമ്മയും പപ്പയും കുക്കും ആരും ഉണ്ടായിരുന്നില്ല. ഓക്കെ, പപ്പ വരും, പപ്പയ്ക്കും ഇതേ കേക്ക് തന്നെ കഴിച്ച് ഞങ്ങൾ സർപ്രൈസ് ആക്കും. ഓക്കെ, അമ്മയ്ക്ക് ചെറിയ കേസ് കൊടുക്കുന്നു. നീ കഴിച്ചു? എനിക്ക് വലുത് മതി. ഞാൻ അവന് വായിൽ വെച്ച് കൊടുത്തില്ല. മറ്റേ പടത്തിനകത്തുള്ള തലയില്ലേ, ഇവിടെ തല വെട്ടി വെച്ചാ മതി. അത്ര കഴിച്ചിരിക്കും മൊത്തം. അതിനെക്കാട്ടി ഐശ്വര്യം പണ്ടോട്ടുള്ളവരാണ്. നല്ല കേക്കാ. ഈ ദുർബല നിമിഷത്തിൽ അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? വളരെ സന്തോഷം. ഇങ്ങനെ എല്ലാവരുടെയും അമ്മ 2 ദിവസം കൊണ്ട് മുമ്പോട്ട് 2 ദിവസം മുമ്പോട്ട് സ്ക്രിപ്റ്റ് ചെയ്തിട്ട് പറയാൻ വേണ്ടി തന്നെ പറഞ്ഞു. അമ്മയ്ക്കറിയാം, അമ്മയ്ക്ക് 2 ദിവസം മുമ്പേ സ്ക്രിപ്റ്റ് അറിയായിരുന്നു. സ്ക്രിപ്റ്റ് ഞാൻ എഴുതി കൊടുത്താൽ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നുണ്ട്, ഇതൊക്കെ കാര്യങ്ങൾ പറയാനുണ്ട്. അത് കാണാതെ പഠിച്ചങ്ങ് പറഞ്ഞാൽ മതി. പറഞ്ഞു വളരെ സന്തോഷം ഈ ഒരു നിമിഷം. ഡയലോഗ് മാറുന്നില്ല കേട്ടോ. ഒന്നുമില്ല. വളരെ സന്തോഷം. ഒന്നുകൂടെ ആയിരുന്നിട്ട് വളരെ സന്തോഷം. അതാണ് നമ്മൾ ആദ്യം പഠിച്ച ലൈന്. ചേച്ചിക്ക് 1 million അടിച്ചു. അമ്മയ്ക്ക് എന്താ പറയാ? എനിക്ക് 1 million എന്ന് വെച്ചാൽ അത്രയും അതെനിക്കറിയില്ല. 1 million അടിച്ചത് വളരെ സന്തോഷം. പിള്ളേരുടെ എല്ലാവരുടെയും നല്ല പ്രയത്നം കൊണ്ടാ ഈ 1 million അടിക്കാൻ കിട്ടി. വളരെ വളരെ അതല്ല, അമ്മ എന്നെയും കുക്കൂനെ ചേർത്തിട്ട് എനിക്ക് ഗ്യാപ്പ് വരുന്നില്ല. കഴിഞ്ഞ വർഷം അടിക്കാൻ തന്നെ 1 million ഇത്രയും ഡിലേ ആക്കി തന്നതിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. എനിക്ക് 1 മാസം
85,000 90,000 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് വെച്ചുവരെ കയറിക്കൊണ്ടിരുന്നതാ. ആ സമയത്ത് ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് 500K 200 പെട്ടെന്ന് 500 ആയി. ആ സമയത്ത് എന്നോട് പറയുമായിരുന്നു, നീ ഇങ്ങനെ ഇത്രയും ആക്റ്റീവ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് എന്റെ യൂട്യൂബ് ഡൗൺ ആവുമെന്ന് എനിക്ക് തോന്നുന്നു, നീ ആക്റ്റീവ് ആവണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അത് കേട്ട് മടി പിടിച്ചിട്ടാണ് ഞാൻ കുറെ നാൾ ഒന്നും പോസ്റ്റ് ആയിട്ടിരുന്നു. അങ്ങനെയല്ല പറഞ്ഞത്. എന്താ പിന്നെ എങ്ങനെയാണ് പറഞ്ഞത്? എന്നോട് ചേച്ചി പറഞ്ഞതാ ഒത്തിരി ഒത്തിരി shorts. ആൾക്കാർക്ക് ബോർ അടിച്ചു തുടങ്ങി, മടുത്തു തുടങ്ങി. ഇനി കഴിഞ്ഞ വർഷം അടിക്കണ്ട. ആൾക്കാർക്ക് പൊതുവെ നിന്നെ മടുത്ത് തുടങ്ങി. അവര് പറയുന്നത് ഞാൻ മതി എന്നാണ് പറഞ്ഞിട്ടില്ല. അത് മതിയെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടേക്കണം. നീ മതി എന്ന് comment ഇടും. ചേട്ടാ മതി. ഈ ചോദ്യം കാരണം 1 million സബ്സ്ക്രൈബേഴ്സ് എല്ലാരും അൺഫോളോ ചെയ്യാൻ തുടങ്ങി നിനക്ക്. അല്ല ഈ video കണ്ടിട്ട് എല്ലാവരും unfollow ചെയ്തില്ലേ? ക്യാമറയുടെ പുറകെ പോ. Okay, അപ്പൊ അടിപൊളി. ഇനി പപ്പയുടെ കൂടെ കാണിക്കണം. ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ് ടു മീ. അമ്മയ്ക്കും കൂടെ കൊടുത്ത്. കൺഗ്രാറ്റുലേഷൻസ് ടു മീ. എന്റെ എഫേർട്ട് ഇറ്റ്സ് ഓക്കെ. നമ്മൾ ഒത്തിരി ഒരു മാറട്ടോ. തിരിച്ചു കൊടുക്കാം അമ്മയ്ക്ക്. ആണോ? കേക്കട്ടെ. ഞാൻ എന്റെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ട് അടുത്ത് തന്നെ. ആരാ ആ ഹോയി വിട്ടത്? എന്തോ എനിക്ക് ഒരു കേക്ക് മണിക്കൂർ 2-3 റെക്കോർഡിംഗ് ആണോടാ? എന്നാ ഇത് എനിക്കാണോ? എന്തോ അതില്ല എന്റെ ഹാപ്പി ബർത്ത്ഡേ ആണോ? ഈ ഒറ്റ ഇതേ ഉള്ളൂ, നിന്റെ ഉണ്ടല്ലോ. ആ കൊടുത്തോ. എന്തോ ഇത്? പപ്പയ്ക്ക് പിടിക്ക്. പിടിച്ചത് ഇത് എന്താന്നറിയോ? കേക്ക്. അതല്ല, നമ്മുടെ യൂട്യൂബ് ചാനലില് 1 million സബ്സ്ക്രൈബേഴ്സ് ആയി. 10 ലക്ഷം നമുക്കോ? അതിന്റെ മധുരം കുറച്ച് കഴിച്ചാൽ മതി. ഇതൊക്കെ എങ്ങനെ എടുക്കുന്നത്? പപ്പ കഴിക്കുക. എനിക്കുണ്ട്. പപ്പയ്ക്ക് ഷുഗറാണ്. അത് മുഴുവൻ പപ്പയ്ക്ക്. ഷുഗർ എനിക്ക്. കഴിക്കോപ്പാ. സന്തോഷായോ എല്ലാവർക്കും? പപ്പയ്ക്ക് സന്തോഷായോ? അടിപൊളി. ഓക്കെ പപ്പന് മുടി കറുപ്പിച്ചത്. ഓക്കെ ഓക്കെ, താങ്ക് യു. അങ്ങനെ ഇന്നത്തെ ദിവസം എൻ്റെ യൂട്യൂബ് ചാനലിൽ 1 million സബ്സ്ക്രൈബേഴ്സ് എൻ്റെ വലിയൊരു ഡ്രീം കം ട്രൂ മൊമെൻ്റ് ആണ് കേട്ടോ. കഴിഞ്ഞ 2021 മുതൽ ഞാൻ കാത്തിരുന്നത് ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ്. 10 ലക്ഷം ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എൻ്റെ യൂട്യൂബ് ചാനൽ ഒരു ജേർണി എന്ന് പറയുമ്പോൾ 2021 ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ്. 2024 നമുക്ക് 1 million സബ്സ്ക്രൈബേഴ്സായി. ഈ ഒരു 2 വർഷം കൊണ്ട്. ഈ ഒരു 2 വർഷത്തിൽ എൻ്റെ ഏറ്റവും വലിയൊരു എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആയിട്ടാണ് ഞാൻ എൻ്റെ ചാനൽ കാണുന്നത് കേട്ടോ. എന്നെ പറയാൻ അപ്പൊ ഞാൻ ചാനലിനെ കണ്ടു എനിക്ക് വിഷമമായി കേട്ടോ. ഫീൽ ആയിട്ടോ എനിക്കത്. നീ ബാക്കി പറഞ്ഞു, ഞാൻ പറയുന്നില്ല. പറഞ്ഞ കൂടി പോകും. എനിക്കത് ഫീൽ ആയിട്ടോ. ഈ 2 വർഷത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയ ഒരു ഇതാന്ന് വിചാരിച്ച എന്റെ ഭർത്താവ് അല്ല, ഇത്രയും തമാശകൾ സാധാരണ ഒരു വ്ളോഗിൽ കാണിച്ചിരുന്നെങ്കിൽ എന്റെ വ്ളോഗിന് കുറച്ചുകൂടി റീച്ച് കിട്ടും. ഞാനൊരു വോട്ട് ഓഫ് താങ്ക്സ് പറയാനൊരു നന്ദി പ്രകടനത്തിന് ഇവിടെ വന്നിരുന്നപ്പോ എന്തിനാ എത്ര തമാശ പറയുന്നത്? അപ്പം ഈ ഒരു 2 വർഷത്തെ യൂട്യൂബ് ജേർണിയിൽ എനിക്ക് ഒരുപാട് ആൾക്കാരോട് നന്ദി പറയാനുണ്ട്. ഒന്നാമത്തെ ആള് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ മനസ്സിലോട്ട് ഒരു ഐഡിയ ഇട്ടെന്ന് നമ്മുടെ ആർട്ടിസ്റ്റ് ആനന്ദേട്ടനാണ്. എൻ്റെ കല്യാണ സമയത്ത് ആദ്യമായിട്ട് എന്നോട് പറഞ്ഞാൽ നീ യൂട്യൂബ് ചാനൽ തുടങ്ങുക, നല്ലതാണ്, നല്ല റീച്ച് കിട്ടും, നിനക്കൊരു ഇൻകോ ആവും എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു പ്രചോദനം അതുവരെ മനസ്സിൽ ഉണ്ടാകുന്ന ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം, എപ്പോഴെങ്കിലും തുടങ്ങാം എന്നൊരിതല്ലാതെ ആ ഒരു ചൂട് കയറുന്നത് ശരിക്കും ആനന്ദേട്ടൻ പറഞ്ഞപ്പോഴാണ്. അങ്ങനെയാണ് ഈ ആലിസ് ക്രിസ്റ്റി എന്ന് പറയുന്ന ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു യൂട്യൂബ് ചാനലിന്റെ ജനനം അവിടെ വെച്ചിട്ടായിരുന്നു. അങ്ങനെ എനിക്കൊന്നു ആനന്ദേട്ടനായിട്ട് ഞാൻ ഇന്ന് സംസാരിക്കുവാണ്. അടുത്ത ദിവസം അതിന്റെ കാര്യങ്ങളൊക്കെ പ്രൊസീഡ് ചെയ്തു. നെക്സ്റ്റ് ഡേ എന്ന് പറയുമ്പോൾ എന്റെ സേവ് ഡേറ്റിന് ആ ഒരു ടൈം ആയിരുന്നു. വിത്തിൻ 1 week സേവ് ഡേറ്റിന്റെ ടൈം ആയിരുന്നു. അന്നാണ് നമ്മൾ ആദ്യമായിട്ട് വീഡിയോ എടുത്ത് തുടങ്ങുന്നത്. ഓർമ്മയുണ്ടോ? അന്ന് ചാനൽ ക്യാമറയുടെ മുമ്പിൽ വരാനും വർത്താനം പറയാനൊക്കെ ഒരു ചെറിയൊരു മടിയൊക്കെ ആയിരുന്നു. അയ്യോ ഞാൻ എന്ത് പറയുന്നൊക്കെ ആയിരുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ട് ആള് കയറി എൻ്റെ ചാനലിൽ കിടന്ന് അറുമാദിക്കുകയാണ്. ഇപ്പൊ ഞാൻ അടങ്ങ് എന്ന് പറഞ്ഞാൽ പോലും അടങ്ങുന്നില്ല. ശരിക്കും അന്ന് ഭയങ്കര ഇതായിരുന്നില്ലേ?
എന്തെങ്കിലും പറ. ആയിരുന്നടി. ആ പണ്ട് ക്യാമറയുടെ മുമ്പിൽ ഇരിക്കാൻ വേണ്ടി ഭയങ്കര പാടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷേ ആലീസ് കൃഷിയുടെ യൂട്യൂബ് ചാനലിൽ വന്നതിന് ശേഷം എനിക്ക് നല്ല മാറ്റമുണ്ട്. അപ്പൊ ഞാൻ നിന്റെ ഡോക്ടറല്ല. എനിക്ക് പണ്ട് ക്യാമറയുടെ മുമ്പിൽ ഇരിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ ആലിസ് ക്രിസ്ത്യൻ യൂട്യൂബ് ചാനൽ വന്നതിന് ശേഷം നല്ല മാറ്റം ഇത് വീട്ടിൽ വെച്ചതിന് ശേഷം എന്റെ വീട്ടിലെ പ്രശ്നങ്ങളെല്ലാം മാറി എന്ന് പറയുന്നുണ്ട്. അപ്പം ഭയങ്കര മടിയുള്ള ആളായിരുന്നു. ഓക്കെ, അപ്പൊ മാനന്തരന്റെ കാര്യം നമ്മൾ പറഞ്ഞു. പിന്നീട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കുറച്ച് ഒരു 1 year ആയില്ല, അതിന് മുമ്പ് ഒരു 9 month ആയ സമയത്താണ് ഞാൻ അന്ന് പണ്ട് പോസ്റ്റ് ചെയ്ത പോലെ നമ്മുടെ യൂട്യൂബിന് ആ ഒരു ഇഷ്യൂവും കാര്യങ്ങളൊക്കെ വന്ന് എൻ്റെ യൂട്യൂബ് കയ്യിൽ നിന്ന് പോകുന്നുള്ള സിറ്റുവേഷൻ എത്തിയത്. ആ സമയത്ത് എൻ്റെ കൂടെ നിന്ന് സഹായിച്ച കുറച്ച് ആൾക്കാരുണ്ട്. ഞാൻ പേരെടുത്ത് പറയുന്നില്ല, പേര് പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഒരു പേരെടുത്ത് പറയുന്നില്ല. അവരോട് എല്ലാവരോടും ഒരു സ്പെഷ്യൽ താങ്ക്സ്. അന്ന് അവർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് ഇന്ന് 1 million സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഈ യൂട്യൂബ് ചാനൽ ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത്. അന്ന് കേസും കാര്യങ്ങളൊക്കെ കൊടുത്ത സമയത്ത് അവിടുത്തെ പോലീസ് സ്റ്റേഷനിലെ എന്താ പറയാ SI അല്ലേ, അല്ല പോലീസ് സ്റ്റേഷനിലെ CI, അതിൻ്റെ ഹെഡിലുള്ള ആൾക്കാർ, അവരെല്ലാവരും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിരുന്നു. അതുപോലെ എടുത്തു പറയേണ്ട ഒരാളാണ് എൻ്റെ യൂട്യൂബ് ചാനലിൽ ആ ഒരു ഇഷ്യൂ വന്ന സമയത്ത് നമ്മുടെ ആർട്ടിസ്റ്റ് ഗൗരി കൃഷ്ണ. ഗൗരി എന്നെ എന്നും വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അത് ഞാൻ ഒരിക്കലും മറക്കില്ല. എന്തായി, നമുക്കൊരു പ്രശ്നം വരുന്ന സമയത്ത് നമ്മുടെ കൂടെ നിന്ന ഒരാളുണ്ടല്ലോ, അപ്പോൾ ഗൗരി അന്ന് ആ സമയത്ത് എന്നെ ഭയങ്കരമായിട്ട് വിളിച്ച് കെയർ ചെയ്യുന്നുണ്ടായിരുന്നു. അത് ഞാൻ ഒരിക്കലും മറക്കില്ല. അതാണ് ഞാൻ എടുത്തു പറഞ്ഞത് ഗൗരിയുടെ കാര്യം. ഗൗരി ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് അത്രയും നാൾ നമുക്ക് ഒരാളുടെ ഒരു ടീമിന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു നമ്മുടെ ഷൂട്ടും കാര്യങ്ങളും ചെയ്യാനും. പക്ഷെ ഇതൊക്കെ ഇവർക്ക് ചെയ്യാൻ പറ്റിയെന്ന് വെച്ചാൽ ഒരാൾ കൂടെ ഉള്ളത് കൊണ്ട് മാത്രമായിരുന്നു. അതായത് അതിനെ കുറിച്ച് പറഞ്ഞില്ല, അതിലേക്ക് എത്തുന്നേ ഉള്ളൂ. അങ്ങനെ അപ്പുറത്താരാ ഞാനുണ്ട്. ഓക്കെ, അപ്പൊ അതിനുശേഷമാണ് പോയോ പപ്പ ഒന്ന് മിണ്ടാതിരിക്കോ കുറച്ചു നേരം. ചിറ്റോ അയ്യേ. അപ്പം ഈ ഒരു ഇഷ്യൂ ഉണ്ടാകുന്നതിന് മുമ്പ് വരെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. ഷൂട്ട് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും. നമ്മുടെ തിരക്കുകൾക്കിടയിൽ നമ്മൾ ഒരു ദിവസം കണ്ടെത്തി നമ്മുടെ വീഡിയോ കണ്ടന്റ് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുത്ത് ഷൂട്ട് ചെയ്ത് എടുപ്പിക്കുന്ന ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഈ ഒരു ഇഷ്യൂ കഴിഞ്ഞ് നമ്മൾ അവരെല്ലാവരെയും വേണ്ടാന്ന് വെച്ച് നമ്മൾ ഒറ്റയ്ക്ക് ഈ ചാനൽ കൊണ്ട് നടക്കാൻ തീരുമാനിച്ചപ്പം ശരിക്കും പറഞ്ഞാൽ അത് വലിയൊരു ടാസ്ക്കാണ്. നിങ്ങൾ ചിലപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ വിചാരിക്കും പിന്നെ വീഡിയോ എടുക്കാൻ എന്ത് ബുദ്ധിമുട്ട്, നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്നു, ഒരു ഫോൺ എടുക്കുന്നു, ഹലോ ഗൈസ് എന്ന് പറയുന്നു, അങ്ങനെ പറയുന്ന കുറേ ആൾക്കാരുണ്ട്. എന്ത് ബുദ്ധിമുട്ട്, ഇഷ്ടംപോലെ കാശ് കിട്ടുന്നു, അങ്ങനെ നിങ്ങൾക്ക് സുഖ ജീവിതമാണെന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ നമ്മൾ ഈ പറയുന്ന പോലെ ഒരു യൂട്യൂബ് ചാനലിൽ വളരെ ആക്റ്റീവായിട്ട് ലൈവായിട്ട് കൊണ്ട് നടക്കാന്ന് പറയുന്നത് കഷ്ടപ്പാടുള്ള പണിയാണ്. ഈ ഒരു ചാനല് തിരിച്ച് നമ്മുടെ കയ്യിൽ കിട്ടി. ഞാൻ നോക്കി തുടങ്ങിയ സമയത്ത് സീരിയൽ ചെയ്യുന്നുണ്ട്, ഷൂട്ടുണ്ട്, യൂട്യൂബ്, അതിനിടയ്ക്ക് വീട്ടിലെ കാര്യങ്ങൾ, ട്രാവലിങ്, അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഞാൻ പ്രാന്ത് പിടിച്ച് ഓടുന്നൊരു സമയമായിരുന്നു എനിക്കതൊക്കെ. എങ്കിൽ പോലും ഞാൻ ചത്ത് കടന്ന് എൻ്റെ യൂട്യൂബ് ചാനലിന് വേണ്ടി പണിയെടുത്തു കേട്ടോ, ഒരു മടിയില്ലാതെ. എൻ്റെ വിയർപ്പ് ചോര നീരാക്കി എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഞാൻ അത്രയും കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഞാനാണ് ഈ ഒരു 1 million എന്നുള്ള ഫാമിലി വരെ. പാപ്പു എനിക്ക് ദേഷ്യം വരുന്നത് എന്തോന്നു പാപ്പു, ഞാൻ സീരിയസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. എന്തോന്ന് എന്റെ ഫ്ലോ മുഴുവൻ ഞാൻ ഒറ്റയ്ക്ക് പറഞ്ഞു. എനിക്ക് എത്ര കേട്ടിരിക്കുന്നത് പറഞ്ഞ പോലെ. ഓക്കെ, അപ്പൊ അത്രയും കഷ്ടപ്പെട്ടാണ് ഈ ഒരു 1 million എന്ന് പറയുന്ന ഒരു ഫാമിലി കൊണ്ടെത്തിച്ചത്. ശരിക്കും ആ ഒരു ഇഷ്യൂവിന് ശേഷം എൻ്റെ കൂടെ നിന്ന് എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ടായിരുന്നു ഈ ഇരിക്കുന്ന സജിൻ സാമ്പിൾ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി. ഇവിടെ ഒന്ന് കട്ട് ചെയ്തിട്ട് എന്റെ ഒരു ക്ലോസപ്പ് ഇങ്ങനെ പോകണം. ഞാൻ എഡിറ്റ് ചെയ്തിട്ടേക്കാം. ശരിക്കും എഡിറ്റ് ചെയ്യാൻ വേണ്ടി കിട്ടിയില്ലെങ്കിലോ. അപ്പോൾ ഈ ഒരു ഇപ്പം എത്ര വർഷമായി, 2021, ഇപ്പം 2.5 വർഷമായി. ഈ ഒരു 2.5 വർഷത്തിൽ 9 മാസമാണ് എനിക്ക് ഒരാളുടെ ബാക്കപ്പ് സപ്പോർട്ട് ഉണ്ടായിരുന്നത്. അതിനുശേഷമുള്ള ഇത്രയും നാളുകളും ഈ വീഡിയോ എടുക്കാനായിട്ട്
ക്യാമറമാൻ ഉണ്ട്, നമ്മുടെ ബാലുവും ടീമുണ്ട്, ഇപ്പം അഖിൽ കൂടെ ഉണ്ട്, അരുൺ ഇടയ്ക്ക് വരാറുണ്ട്. അങ്ങനെ വീഡിയോ എടുക്കുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടില്ല. ഈശാൻ വീഡിയോ എടുത്ത് തരാറുണ്ട്, കുക്കു വീഡിയോ എടുത്ത് തരാറുണ്ട്. വീഡിയോ എടുക്കുന്നത് മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഈ എഡിറ്റ് ചെയ്യുന്നതും അപ്ലോഡ് ചെയ്യുന്നതും പോസ്റ്റ് ചെയ്യുന്നതും ഇതിൻ്റെ റീൽസ് കട്ട് ചെയ്യുന്നത് ഡെയിലി ഇത് അപ്ലോഡ് ചെയ്യുന്നത് ഇതെല്ലാം ബാക്കപ്പിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ഞാൻ ലൊക്കേഷനിൽ പോയി ഇരിക്കുമ്പോഴും ഷൂട്ടിനിടയ്ക്ക് 5 മിനിറ്റ് ഗ്യാപ്പ് കിട്ടി ഞാൻ അപ്പോൾ ലാപ്ടോപ്പ് എടുത്ത് എഡിറ്റിംഗ് തുടങ്ങും. അപ്പോൾ ആ സമയത്ത് എൻ്റെ അടുത്ത് ലൊക്കേഷനിൽ എല്ലാവരും പറയുന്നു, ഇവള് കാശുണ്ടാക്കുന്നു, ഒരു 5 മിനിറ്റ് കിട്ടിയ പോലെ വെറുതെ ഇരിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ശരിക്കും ഈ എഡിറ്റിങ്ങിൽ ഞാൻ അത്രയും സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് ഈ ചാനൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ ഈ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്തൊന്ന് മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. കാര്യം പ്രൊമോഷൻ്റെ ആൾക്കാർ വിളിക്കും, ഹിന്ദിയിലും ഇംഗ്ലീഷിലും പല ഭാഷകളിലും വീഡിയോ കൊടുക്കാതിരിക്കുമ്പോൾ തെറിയ കേൾക്കേണ്ടി വരും. അതെല്ലാം കേൾക്കുക, ഇവരെ പറഞ്ഞു നിർത്ത കാര്യം നമുക്ക് യൂട്യൂബ് ചാനലിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ് ഈ പ്രൊമോഷൻസ് എന്ന് പറയുന്നത്. അപ്പം അവരെ പിണക്കാതെ അവരെ ഹാൻഡിൽ ചെയ്ത് അവരെ സംസാരിച്ച് നിർത്തുന്നത് വലിയൊരു സ്കില്ലാണ്. ആ സ്കില്ല് എനിക്ക് തീരെയില്ല. അത് ഉള്ള ഒരാൾ കൂടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇപ്പോഴും എനിക്ക് പ്രൊമോഷൻസ് എല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ മലയാളികൾ ഒഴിച്ച് ഹിന്ദിക്കാരുടെ പ്രൊമോഷനിലേക്ക് ചെന്ന് കഴിയുമ്പം അവരുടെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുമ്പോൾ നമുക്ക് കാശ് തന്നിട്ടാണ് പ്രൊമോഷൻ ചെയ്യുന്നത്, അത് ഓക്കെ ഫൈൻ. പക്ഷെ അവർക്ക് നമ്മളോടുള്ളൊരു എന്താ പറയുക ഒരു സംസാരമുണ്ട്. അതായത് വീഡിയോ ഞങ്ങൾക്ക് കിട്ടിയേ പറ്റുള്ളൂ, ഞങ്ങൾക്ക് വേറെ ഒന്നും അറിയണ്ട, നമ്മൾ പറയുന്ന തിരക്കും കാര്യങ്ങളൊന്നും അവർക്ക് മനസ്സിലാവില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ഒരു 2 വർഷമായിട്ട് നമ്മൾ കണ്ടിന്യൂസ്ലി പ്രൊമോഷൻസ് അവരുടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ അവരുടെ ബംഗാളി തൊഴിലാളികളെ പോലെ ആയി 2.5 വർഷം. പെട്ടെന്നൊരു പ്രൊമോഷൻ നമുക്ക് വല്ലപ്പോഴും തരുന്നവരാണെങ്കിൽ നമ്മുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ആ ഒരു ഓക്കെ ഭയഭക്തി ബഹുമാനത്തോടെ കൂടി ഭയങ്കര റെസ്പെക്ട് കാണിച്ച് നമ്മുടെ അടുത്ത് സംസാരിക്കും. അത് കഴിഞ്ഞ് പിന്നെ സ്ഥിരമായി കഴിയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു പ്രോഡക്റ്റ് അയക്കുന്നു, നമുക്കൊരു ഡേറ്റ് തരുന്നു, നമ്മൾ ആ സമയത്ത് അത് കൊടുക്കണം, നമുക്ക് കമ്മിറ്റ്മെന്റ് കൂടുതലാണ്. നമുക്ക് ആ സമയത്ത് പിന്നെ ഈ തട്ടാമുട്ടി ന്യായങ്ങളൊന്നും പറയാൻ പറ്റില്ല. ഈ 2.5 വർഷം എൻ്റെ കൂടെ നിന്ന് ഈ പ്രൊമോഷൻ ബ്രാൻഡുകാരുണ്ടല്ലോ, അവർക്കും വലിയൊരു താങ്ക്സ് കൊടുക്കണം. കാര്യം എല്ലാ മാസവും പ്രോപ്പറായിട്ട് എനിക്ക് പ്രൊമോഷൻ ചെയ്യുന്ന കുറേ ബ്രാൻഡുകളുണ്ട്. അവരുടെ അടുത്ത് എനിക്ക് പ്രോഡക്റ്റ് അയച്ചു തന്ന കാര്യങ്ങളൊന്നും ഫോളോ അപ്പ് ചെയ്യണ്ടേ. എനിക്കറിയാം എന്നും എൻ്റെ വീട്ടിൽ വരുന്ന പാഴ്സലുകൾ ഡെയിലി കൊറിയർ വരുമ്പം ഇതെല്ലാം ഇവരുടെ പ്രോഡക്റ്റുകളാണ്. എടുക്കുക, പൊട്ടിക്കുക, നോക്കും, ഞാൻ ഗ്രൂപ്പിൽ കയറും, അവരുടെ അപ്ഡേറ്റും കാര്യങ്ങളും ലൈവ് ഡേറ്റ് വന്നിട്ടുണ്ടാവും. നമുക്ക് പിന്നെ അധികം സംസാരത്തിൻ്റെ എക്സ്പ്ലനേഷൻ്റെ പോലും ആവശ്യമില്ല. കാര്യം നമ്മൾ അവരുടെ ഒരു സ്റ്റാഫിനെ പോലെ ആയിക്കഴിഞ്ഞു. ഈ ആൾക്കാരെല്ലാവരെയും സംസാരിച്ച് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തിയതിൻ്റെ ഒരൊറ്റ കഴിവ് ഇച്ചാന് മാത്രമാണ്. കാര്യം ഞാനാണെങ്കിൽ വെട്ടൊന്ന് മുറി രണ്ടെന്ന് പറയുന്നതുകൊണ്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് പോകും. പക്ഷെ ഇച്ചാൻ അങ്ങനെയല്ല, വളരെ പേഷ്യൻ്റ് ആയിട്ട് അവരുടെ അടുത്ത് നിന്ന് സംസാരിച്ച് എല്ലാ കാര്യങ്ങളും. ഒന്നാമത്തൊരു ഇവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ, നമുക്കിവിടെ ഷൂട്ടാണ്, നമ്മൾ തിരക്കിലാണെന്ന് പറഞ്ഞാൽ അവർക്കത് മനസ്സിലാവണമെന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവർ പറയുന്ന ഡേറ്റിൽ നമ്മൾ വീഡിയോ കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി. അപ്പം നമുക്കിവിടെ തിരക്കാണെന്ന് പറഞ്ഞാൽ അവർക്കത് തലയിൽ കയറില്ല. അത് പറഞ്ഞ് അവരെ മനസ്സിലാക്കാൻ ഈ ചാനൽ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്, ഇപ്പോഴും ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. അങ്ങനെ എന്താ പറയുക, ഈ 9 മാസങ്ങൾക്ക് ശേഷം ഈ 2024 മെയ് 26 വരെയും എന്നെ സപ്പോർട്ട് ചെയ്ത ഏറ്റവും വലിയൊരു എൻ്റെ ഒരു ബാക്ക് ബോൺ തന്നെയാണ്. പിന്നീട് എനിക്ക് താങ്ക്സ് പറയേണ്ടത് പപ്പയടുത്തും അമ്മയടുത്തും കുക്കുവിൻ്റെ അടുത്താണ് കേട്ടോ. എപ്പോൾ വീഡിയോ എടുക്കാൻ വിളിച്ചാലും ഒരു മടിയില്ലാതെ എടുത്തു പറയണം. ഇന്നലെ വീഡിയോ എടുക്കേണ്ട ഈ വീഡിയോ ഇന്നൊരു ദിവസം ഡിലേ ആവാനുള്ള കാരണം അവളാണ്. അപ്പം ഈശാനല്ല, പപ്പയും അമ്മയും കുക്കും ഏത് സമയത്ത് വീഡിയോ എടുക്കാൻ വിളിച്ചാലും അവർ ഒരു മടിയില്ലാതെ കൂടെ വന്ന് നിൽക്കും കേട്ടോ. ശരിക്കും അവരത്രയും സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഫാമിലി കണ്ടന്റും കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റുന്നത്. അത് മാത്രമല്ല, കാണുന്ന പ്രേക്ഷകർക്കും ഏറ്റവും ഇഷ്ടം നമ്മുടെ ഫാമിലി വ്ലോഗ് കാണാനാണ്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുമ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ നിന്ന് ആ ഒരു വർത്താനവും ചിരിയും കളിയും കാണാൻ ആൾക്കാർക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ്. അപ്പോൾ പിന്നീട് എനിക്ക് ഏറ്റവും താങ്ക്സ് പറയേണ്ട ആൾക്കാർ നമ്മുടെ വീട്ടിലുള്ള പപ്പ, അമ്മ, അയച്ചായ. താങ്ക്സ് പറയാനുണ്ട് പിന്നെ തീർച്ചയായിട്ടും. പിന്നീട് എനിക്ക് സ്പെഷ്യൽ താങ്ക്സ് പറയാൻ ബാലു ഉണ്ട്, അനന്തുണ്ട്, അഖിലുണ്ട്. കാര്യം ഇതിൻ്റെ കൂടെ നിൽക്കുന്നവരാണ്. പിന്നെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് കുറച്ചാൾ സുഗി കൂടെ ഉണ്ടായിരുന്നു. സുഗിയോട് ഒരുപാട് താങ്ക്സ് പറയാനുണ്ട്. പിന്നെ അവന് ജോലി തിരക്കും കാര്യങ്ങളും കാരണം ഇപ്പോൾ അവന് കിട്ടാറില്ല. അങ്ങനെ ഒരുപാട് ആൾക്കാർ എൻ്റെ ഈ ചെറിയൊരു ജേർണിയിൽ വന്നിട്ടുണ്ട്. ഈ ഇത്രയും ആൾക്കാരെ കാട്ടിലും എനിക്ക് ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയാനുള്ളത് എൻ്റെ പ്രേക്ഷകരോടാണ്. 2.5 വർഷം കൊണ്ട് സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും എല്ലാ വീഡിയോസും കാണുന്നതിനും ഒക്കെ ഒരു സ്പെഷ്യൽ താങ്ക്സ് നിങ്ങളോട് എല്ലാവരോടും, എൻ്റെ 1 മില്യൺ ആൾക്കാരോട് ലോട്ട്സ് ഓഫ് ലവും താങ്ക്സും ആണ്. നിന്നെ സഹിക്കുന്നതിന് ഇതിനും അല്ല, എന്നെയാണ് ഏറ്റവും അധികം താങ്ക്സ് പറയേണ്ട ആൾക്കാർ. അടുത്തത് ലാസ്റ്റ് ബട്ട് നോട്ട് ദി ലീസ്റ്റ് എന്ന് പറയുന്ന പോലെ
ഏറ്റവും അവസാനം ഞാൻ പറയുന്നത് ദൈവത്തിനോടാണ് എനിക്ക് ഏറ്റവും നന്ദി പറയാനുള്ളത്. ഈ പറഞ്ഞ നമ്മുടെ പപ്പ, അമ്മ, വീട്ടുകാർ, നമ്മുടെ കൂടെ നിന്നവർ, പ്രേക്ഷകർ, ഇവരെയൊക്കെ ഒഴിച്ച് ഏറ്റവും നന്ദി പറയാനുള്ള ദൈവത്തിനാണ്. കാര്യം എൻ്റെ ലൈഫിൽ ഞാൻ കണക്കാക്കുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും ഒരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ചാനൽ തന്നെയാണ് കേട്ടോ. ഒരു ദിവസം കൊണ്ട് എൻ്റെ ലൈഫ് മാറി മറിയാന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ് 2021 നവംബർ 18 കല്യാണം കഴിഞ്ഞതും ഈ ഒരു യൂട്യൂബ് ചാനൽ. അതെ, ഈ ഒരു കല്യാണം കഴിഞ്ഞതും ഈ ഒരു യൂട്യൂബ് ചാനൽ എനിക്ക് വന്നതാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ചിലവരൊക്കെ കല്യാണം കഴിച്ച് യോഗം മാറുവാന്ന് കേട്ടിട്ടില്ലേ? ഇതൊക്കെ ഹൈലൈറ്റ് വരേണ്ട സാധനങ്ങളാണ് ഇട്ട് തരുന്നത്. അപ്പൊ നീ ഭയങ്കര ചെളിയാവുന്നുണ്ട്. കുറച്ചേരം മിണ്ടാതിരിക്കാമോ? ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ഓക്കെ, ഞാനൊരു കാര്യം പറഞ്ഞു തീർക്കട്ടിച്ചാ. ബട്ട് നോട്ട് ദ ലീസ്റ്റ് ബട്ട് ദ വാട്ട്. താങ്ക് യു. അങ്ങനെ ദൈവത്തിനോടാണ് ഏറ്റവും നന്ദി പറയാൻ. ഒന്ന് പോവോ എഴുന്നേറ്റ്? ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ഞാൻ എന്തോ പറഞ്ഞുകൊണ്ടിരുന്നേ? ദൈവത്തോട് ഭയങ്കര നന്ദി പറയുന്ന പറഞ്ഞു തീർന്നില്ല. അന്ന് പറഞ്ഞോ? അത് പോയി എന്തോ പറഞ്ഞുകൊണ്ടിരുന്നേന്ന്. ഇല്ല, 2.5 വർഷം കൊണ്ട് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് എൻ്റെ ഭർത്താവ്. ലൈഫിന്റെ ടേണിംഗ് പോയിന്റ് എനിക്ക് തുടങ്ങിയത് ഈ ഒരു യൂട്യൂബ് ചാനലിൽ നിന്നായിരുന്നു കേട്ടോ. അതുകൊണ്ട് എന്താ പറയാ, യൂട്യൂബ് തന്ന ദൈവത്തിനെയും എന്നെ സപ്പോർട്ട് ചെയ്ത പ്രേക്ഷകരെയും എൻ്റെ കൂടെ നിൽക്കുന്നവരാരെയും ഒരിക്കലും മറക്കില്ല. ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദിയാണ് എല്ലാവരോടും ഉള്ളത്.